ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഒന്നാമത്തെ ആണിത്. ഇത് തുറന്ന് നോക്കാം. ഇതൊരു ലൈറ്ററാണ്. ഇത് സാധാരണ ലൈറ്റർ അല്ല. പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പാടില്ലാത്ത കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികളുടെ കയ്യിൽ എത്തപ്പെടാണ്ട് സൂക്ഷിച്ച് വെക്കണം എന്നാണ് എഴുതിയത്. ഇതിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് സി പോർട്ട് ചാർജിങ് ആണ്. ഇതിലൊരു ലോക്ക് സ്വിച്ച് ഉണ്ട്. ഇതിൽ ഒരു പ്രസ് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്. ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയാണ് സ്പാർക്കിങ് വരാം. USB ചാർജിങ് കേബിള്. ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലെയിം വരും. ചാർജ് ചെയ്യേണ്ടി വരും നമ്മൾ. ചാർജ് ഉണ്ട്. ഇതിൽ ഫുള്ള് ചാർജാണ്. ഇതിൽ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലൂ ലൈറ്റാണ്. ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. എന്നിട്ട് ഇവിടെ കണ്ട ഇവിടെ നിൽക്കുമ്പോൾ ഫ്ലെയിം വരും. ഒരു ആർക്ക് ഷേപ്പിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ സ്റ്റൗ കത്തിക്കാനും അതുപോലെ മെഴുതിരി കത്തിക്കാനൊക്കെ പറ്റും. ഞാനൊരു മെഴുതിരി കത്തിച്ച് കാണിക്കാം. ആറ് സെക്കൻഡാണ് ഇതിങ്ങനെ കത്തി. അതിന് തന്നെ ഓഫായി പോകും. കത്തിച്ചു. അപ്പോൾ സ്റ്റൗ കത്തിക്കാനും മെഴുതിരി കത്തിക്കാനും എന്ത് കത്തിക്കാനും ഇത് നല്ല രസമായിട്ട് തോന്നി. എന്താ ഇവിടെ ഫുള്ള് ചാർജായി കഴിഞ്ഞാൽ ഫുള്ള് ഇൻഡിക്കേഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ ഇത് ഓഫാക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ചാർജ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സി പോർട്ട് കേബിൾ ഇതിൽ കുത്താം. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കണ ഒരു പവർ ബാങ്കോ അല്ലെങ്കിൽ ചാർജറോ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ചാർജ് ആക്കാനായിട്ട് ഫുള്ള് ചാർജാണ്. ഇപ്പോൾ ചാർജിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓഫായി പോയിരിക്കും. ഓട്ടോമാറ്റിക് ഓഫായിക്കോളും ഫുള്ള് ചാർജായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സാധനം.
പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നല്ല സാധനം. ഇതിന് ഓൺലൈനാണ് മേടിച്ചത്. പിന്നെ വില കുറവുള്ളത് നോക്കി മേടിക്കാം. പല വില വരെ കിട്ടും ഇതിൽ. നമുക്ക് എവിടെയെങ്കിലും കൊളുത്തിയിടണമെങ്കിൽ അത് കൊളുത്തിയിടാം. കുട്ടികളുടെ കയ്യിലൊന്നും പെടാണ്ട് ഇങ്ങനെ ചുമരിൽ എവിടെയെങ്കിലും കൊളുത്തിയിടണമെങ്കിൽ അത് ഇവിടെ ഒരു തുറയുണ്ട്. അത് ഇത് 7 സെക്കൻഡ് മറ്റാണ് ഇത് ഇങ്ങനെ കത്തിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഓഫായി പോകും. വീണ്ടും ഓണാക്കി വീണ്ടും കത്തിക്കാം. ഹൈ വോൾട്ടേജ് ആണ്. അതാണ് ഇതിങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഈ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പാർക്കിങ് വരില്ല. ഇവിടെ പിടിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ഓണാക്കുമ്പോൾ അവിടെ പിടിക്കാം. പിന്നെ ഇത് വളച്ച് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ വല്ല ഉള്ളിലേക്കോ കത്തിക്കണമെങ്കിൽ നല്ലൊരു ലൈറ്റ് റൈറ്റിംഗ് ചെയ്തു. വില 150 താഴെയുള്ളൂ. ഓൺലൈനായിട്ട് കിട്ടും. പല വിലയുണ്ട്. അത് നമ്മൾ വില നോക്കിയിട്ട് മേടിക്കും. അപ്പോൾ അത് അങ്ങനെ. ഈ അടുത്തത് പർച്ചേസിങ്, ഇത് കേബിളാണ്. ഇത് കേബിള് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമുണ്ട്. അതിനുള്ള ഇത് 90 മീറ്ററാണ്. 90 മീറ്ററും അതുപോലെ തന്നെ 1.5 mm ബ്ലാക്ക് കേബിളാണ്. ISI മാർക്കൊക്കെ ഉണ്ട് ഇവിടെ. കടയിൽ ഇതിന് വില എഴുതിയിരിക്കുന്നത് 1040 എന്നൊക്കെയാണ്. പക്ഷെ അത്ര വിലയൊന്നുമില്ല. ഒരു 700 രൂപയിൽ താഴെയായിട്ട് 90 മീറ്ററിന് 700 രൂപ, അറൗണ്ട് 700 രൂപയാണ്. ഇത് 700 കുറച്ച് താഴെയാണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് മേടിക്കാൻ കാരണം നമ്മളെ കടയിൽ നിന്നൊക്കെ ഇതൊരു മീറ്റർ മേടിക്കുമ്പോൾ 23 രൂപയൊക്കെയാണ് വരുന്നത്. ഇത് ഓൺലൈനാകുമ്പോൾ 9 രൂപ താഴെയൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ലാഭമുള്ള ഇതാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് മേടിച്ചതാണ്. തുറന്നു നോക്കാം നമുക്ക്. നോക്കാം. ഇത് ഇവിടെയാണ് പൊട്ടിക്കുക ശരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വലിച്ചെടുക്കുക ചെയ്യുക. ഇവിടെ പൊട്ടിച്ച. പക്ഷേ നമുക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു സൈഡ് പൊളിക്കുന്നത്. 90 മീറ്റർ ഉണ്ട്. ഒന്നര എന്നാണ് പറഞ്ഞത്. കോപ്പർ കമ്പിയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാരണം പിന്നെ അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ കണ്ടിച്ച് നോക്കാം. അപ്പം അറിയാം ഒന്നരയാണോ ഒന്നാണെന്നുള്ളത്. എന്തായാലും 700 രൂപയെങ്കിൽ ഇത് ലാഭം തന്നെ. കടയിൽ 90 മീറ്ററിന് കിട്ടണമെങ്കിൽ നല്ല വിലയും. ഇത്
നല്ല ക്വാളിറ്റി 1700 വോൾട്ട് ഒരു താങ്ങാണ് കപ്പാസിറ്റിൻ്റെ. ഇത് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ബ്ലാക്ക് പോലെ തന്നെ റെഡും വാങ്ങിച്ചിട്ടുണ്ട്. റെഡ് ഇത് വേറെ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ മേടിച്ചത്. നോക്കാം നമുക്ക് എന്തായി. ഇത് റെഡാണ്. ഇത് കാണുമ്പോൾ അറിയാം അത് തമ്മിലുള്ള വ്യത്യാസം. ഗൈത്താൻ പ്രീമിയം ബ്രാൻഡഡ് ആണ്. ISI ഉണ്ട് ഇതിന്. ഇവിടെ ISI ഉണ്ട്. 3 ലെയർ പ്രൊട്ടക്ഷൻ. ഗൈത്താൻ പ്രീമിയം 1.5 mm 90 മീറ്റർ 1.5 mm. കടയിൽ പറഞ്ഞത് 1 mm ഇത് വയറിന് 16 രൂപയും, അതുപോലെ തന്നെ 1.5 mm 23 രൂപയാണ് പറഞ്ഞത്. അപ്പം ഇതും 90 മീറ്ററിന് 700 രൂപയൊക്കെ വരുന്നു. ശരി, നോക്കാം എന്തായാലും പൊട്ടിച്ചു. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇത് ഓപ്പറാണ്. ബ്ലാക്ക് അത് അലുമിനിയാണെന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും ISI മാർക്കുള്ളതാണ് രണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നിറയും. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കണ്ട. ഇപ്പോൾ ആവശ്യം എടുക്കുമ്പോൾ നമുക്കത് നോക്കാം. ഇതും 712 മറ്റൊക്കെ വരുന്നതാണ് 90 മീറ്റർ. മറ്റേത് 686 ആണ് തോന്നുന്നു. എന്തായാലും ബ്രാൻഡഡാണ്. ഗൈത്താൻ കമ്പനിയുടെ PVC ഇൻസുലേറ്റഡ് വയർ കേബിൾ IS കമ്പനിയാണ്. ബ്രാൻഡുള്ളതാണ്. 1.5 mm 90 മീറ്റർ. ഇനി അടുത്തത് നമുക്ക് ഇതെടുക്കാം. ഇത് നോക്കാൻ പറ്റും. അടുത്തത് ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഇതുപോലത്തെ ഒരു ടോർച്ച് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്പറും ഇതൊന്നും സെയിമല്ല. ഞാൻ മുന്നേ വാങ്ങിച്ചത് ഞാൻ കുറച്ച് റെയിൽ കാണിക്കാം. 100 വാട്ട് LED ബൾബാണ്. 60 വാട്ട് ട്യൂബ് ഉണ്ട്. 1 LED. ഒരു LED റീചാർജബിളാണ്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ബാറ്ററി നടക്കുക വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. 8 മണിക്കൂർ വരെ കിട്ടുന്നതാണ് പറയുന്നത്. ഉപയോഗിക്കാൻ പറ്റുന്ന ഫുള്ള് ചാർജ് ചെയ്ത്. പിന്നെ എനർജി സേവിങ് സർക്യൂട്ട് ഉണ്ട്. LED റീചാർജബിൾ സെർച്ച് ലൈറ്റ് എന്നാണ് പറയുക ഇതിന്. സാധാരണ ടോർച്ച് അല്ലത്. സെർച്ച് ലൈറ്റ് അത് ഹൈ ബീമാണ്, അതുകൊണ്ടാണ് സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്.
ഇത് മെയിനായിട്ട് ഇൻഡോർ യൂസിനല്ല ഇത് ഉപയോഗിക്കുക. ശരിക്കും പുറത്തൊക്കെ നല്ല ലോങ് ഡിസ്റ്റൻസിൽ അടിക്കേണ്ട ആവശ്യത്തിനാണ് ഉപയോഗിക്കുക. പൊട്ടിച്ച് നോക്കാം എന്തായാലും. ടോർച്ചുണ്ട്. ഇതിന് പിന്നെ വരുന്നത് രണ്ട് സാധനങ്ങളും കൂടി വരുന്നുണ്ട്. ഒന്ന് ഒരു സ്ട്രിങ്, ഇത് ഇവിടെ കൊളുത്താനും മുകളിൽ തോളത്തൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ വേണ്ടി, അത് നിലത്ത് വീഴാണ്ടൊക്കെ ഉപയോഗിക്കാനുള്ള ഇതാണിത്. ഇത് ചാർജ് ചെയ്യാനുള്ളതാണ്. ഇതിങ്ങനെ പിടിച്ച് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഇവിടെ ചാർജ് രണ്ട് വിധത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഇതിൽ ചാർജ് ചെയ്യാം, ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് പ്ലഗ് കുത്തിയ ചാർജിങ് ആണ്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ബൾബ് കൂടി ഉണ്ട്, ചുവന്ന ലൈറ്റ്, അത് തെളിയും. ഇതേപോലെ അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ മറ്റൊരു സംവിധാനമുള്ളത്, ഇവിടെ ഇങ്ങനെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ചാർജർ കുത്തി ഉപയോഗിക്കാം. ഇത് C പോർട്ട് ചാർജ് അല്ല, അതിന് 5 വോൾട്ടിൽ ചാർജ് ചെയ്യണമല്ലോ. അത് ചെയ്ത് പവർ ബാങ്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലഗ് കുത്തിയിട്ട് ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഓപ്ഷനാണ് ഉള്ളത്, 2 വിധത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, ചുവന്ന ലൈറ്റ് ഉണ്ട്. ചാർജ് ചെയ്യാൻ കുത്തി കഴിഞ്ഞാൽ അവിടെ ചുവന്ന ലൈറ്റ് കത്തും. ഫുള്ള് ചാർജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പച്ച ലൈറ്റ് തെളിയുന്നു തോന്നുന്നു. എനിക്കറിയില്ല, നോക്കണം. പിന്നെ ഇവിടെ ബ്രാൻഡ് നെയിമുള്ളത് MZ M975. ഇത് ബ്രാൻഡ് അടിക്കേണ്ടതാണ്, ചൈന. ഇവിടെ ഉണ്ട് മെയ്ഡ് ഇൻ PRC. നല്ലത് എഴുതിയിട്ടുണ്ട്. ഇത് നല്ലൊരു ടോർച്ചാണ്. ഇതിന് ഹൈ ബീമാണ്. ഇതിപ്പോൾ ക്യാമറയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടു പോകും. അതുപോലെ വെളിച്ചുണ്ട്. ഞാൻ താഴത്തേക്ക് അടിക്കാം. എന്താ നല്ല പവറാണ് ഇതിന്. എന്താ ഇപ്പോൾ പുറത്ത് പറമ്പിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അടിക്കാൻ ലോങ് ഡിസ്റ്റൻസ് നല്ല വെളിച്ചുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലാണെങ്കിൽ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ സ്വിച്ച് മുന്നോട്ട് വയ്ക്കുക, ഹൈ ബീമായിട്ട് ഉപയോഗിക്കാം. ഒന്നും കൂടി ഈ സാധനം കൂടെ ഒട്ടിച്ചേർന്ന് ഇത് ഡിസ്ചാർജായി പോകാണ്ട്, പാക്കിങ്ങിൽ ഡിസ്ചാർജായി പോകാണ്ടിരിക്കുന്നതാണ്. റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് റിമൂവ് ചെയ്ത് പിന്നെ നല്ല വെളിച്ച മുന്നിലേക്ക് നീക്കി കഴിഞ്ഞാൽ ടോർച്ചായിട്ട് ഉപയോഗിക്കാം. അല്ല കണ്ണ് പോവും, കണ്ണിലേക്ക് അടിച്ചാൽ കണ്ണ് പോവും. അതുപോലെ ബീമാണ്. പിന്നെ എമർജൻസി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ എത്തിച്ചാൽ മതി. നല്ല ലൈറ്റാണ്, എമർജൻസി നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ്. മുന്നിലേക്കാക്കിയ ടോർച്ച്, ബാക്കിലേക്കാക്കിയ എമർജൻസി, 2 ഓപ്ഷൻ. ഇത് നല്ല പവറുള്ള ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നല്ല പവറെന്ന് വെച്ചാൽ നല്ല കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ പഴയത് കാണിച്ചു തരാം. പഴയത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പഴയത് ഇതിൻ്റെ ബ്രാൻഡ് വേറെയാണ്. DP LED ലൈറ്റ് നമുക്ക് ബ്രാൻഡ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ച് നാളായി ഉപയോഗിക്കുന്നത്, കംപ്ലൈൻറ്റ് വന്നത് തന്നെ ഞാൻ പുതിയത് മേടിച്ചത്. കാരണം ഇതെനിക്ക് നല്ല ഇഷ്ടമായ കാരണമാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളതാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചത്. പക്ഷേ ഇത് വന്നപ്പോൾ ഇതിന് നല്ല ഷൈനിങ് ഉണ്ട്. ഒന്ന് മേടിച്ചതിന് ആ ഷൈനിങ് ഇതിന് കാണുന്നില്ല. ഇതൊരു കാർബൺ ബ്ലാക്ക് പോലെയുള്ള
ഇതാണ്. കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ഇഷ്ടമായില്ല. പക്ഷേ ഇത് ഓപ്ഷൻസൊക്കെ നോക്കിയപ്പോൾ നല്ല, ഇപ്പോൾ വന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതധികം വിലയുമില്ല, 700 രൂപ താഴെ ഉള്ളു. ഒരു സൈറ്റിൽ നോക്കിയപ്പോൾ 500 എടുക്കണുണ്ട്. പക്ഷെ കൂടുതലും 600 കണ്ട, 632 അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇത് നല്ല ഒരു ടോർച്ചായിട്ട് എനിക്ക് തോന്നുന്നു. കണ്ണൊക്കെ പോകും, കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ണിലേക്ക് അടിക്കരുതെന്ന ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയാത്തവർ ഇത് അഴിച്ചു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ഷോക്ക് കിട്ടുന്നൊരു സംവിധാനമൊക്കെ ഉണ്ട്, അതിൽ ഹൈ വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അത് തന്നെ വയ്ക്കാം, ഇതങ്ങോട്ട് വയ്ക്കാം. ഇനി അടുത്തത് എടുക്കാം. അടുത്തത് എന്താണ്, അടുത്തത് നോക്കാൻ പറ്റും. നോക്കാൻ പറ്റുക, നോക്കാം എന്തായാലും. ഇത് ബില്ല് സാധനങ്ങളൊക്കെയാണ്. പാക്കിങ് നല്ല പാക്കിങ്ങാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം നോക്കാം നമുക്ക്. സ്വർണ്ണം പോലെ കേക്കുണ്ടല്ലോ. ഒരു പാക്കറ്റ് മാത്രമല്ല, ഇതിൽ ബ്രഷ് പോലത്തെ ഒരു സാധനമാണ്. ബ്രഷ് ഇത് തുരുമ്പ് കളയാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൈമ തുളഞ്ഞു കയറും. അതുപോലത്തെ നല്ല ഷാർപ്പായിട്ടുള്ളത് ഒരു ഇതാണ്. സൂക്ഷിച്ചെടുത്ത് കൈമുറി. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഓരോന്ന് എടുക്കാൻ പറ്റും. പല സൈസിലും പല വിധത്തിലുള്ള ഉപയോഗത്തിനാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുത്തി കയറിക്കിരിക്കുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഡ്രില്ല് മെഷീനില്ലേ, ഡ്രില്ല് മെഷീനിന്മേ ഇത് പിടിപ്പിക്കും. ഇതെല്ലാം ഒരേപോലെ തന്നെ പിടിപ്പിക്കാൻ പറ്റും. അത് പിടിപ്പിച്ചിട്ട് ഇതിങ്ങനെ തിരുമ്പോ അതുപോലെ അല്ലെങ്കിൽ പെയിൻറ്റ് അങ്ങനത്തെയൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് പല വിധത്തിലുള്ളതാണ്. ഇത് ഭയങ്കര ഷാർപ്പാണ്. കൈ സൂക്ഷിച്ചിട്ട് കൈമ തുളഞ്ഞു കയറും. അത്രയ്ക്ക് ഭയങ്കര ഷാർപ്പാണ്. ഭയങ്കര ഷാർപ്പെന്ന് മാത്രമല്ല, നല്ല ബലമുണ്ട്. ഇതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഡ്രില്ല് മെഷീനിൽ പിടിപ്പിച്ചിട്ട് ഉപയോഗിക്കാം. കൈ പിടിച്ച് ഉപയോഗിക്കുന്നതല്ലാതെ. അപ്പോൾ ഭയങ്കര പവറാണ് ഈ സാധനത്തിന്. ഇതിനധികം വിലയൊന്നുമില്ല. 200 രൂപയോളം കൂടെ ആവണുള്ളൂ. എന്നാലും 200 രൂപയ്ക്ക് ഇത്ര സാധനം ഇതേപോലെ
നീറ്റായിട്ടുള്ള സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ എല്ലാവരുടെ ഉപയോഗം വരില്ല. ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ആയിട്ടുള്ള ഉപയോഗം. ഇത് ഉപയോഗിക്കണമെങ്കിൽ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേക ഐഡിയ ഉണ്ട് അതിന്. വെയർ ഐ പ്രൊട്ടക്ഷൻ. കാരണം ഇതിൻ്റെ ഈ ചെറിയ തരി പോലെയുള്ള സാധനമൊക്കെ പൊട്ടിയിട്ട് തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. കണ്ണൊക്കെ സൂക്ഷിക്കണം. കണ്ണാടി അതുപോലെ മോട്ടർ മാസ്ക് പോലെ എന്തെങ്കിലുമൊക്കെ വയ്ക്കണം. അല്ലെങ്കിൽ തുറന്നു കയറിയത് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. കണ്ണിലേക്ക് വന്നാൽ കണ്ണന്നെ പോകും. സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെ തിരിയുമ്പോൾ തുരുമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും. അതുപോലെ പെയിൻ്റൊക്കെ കളയാനും അങ്ങനെയൊക്കെ പല ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. അധികം വിലയൊന്നുമില്ല. 200 രൂപ മറ്റോ കാണാനുള്ളൂ. സൂക്ഷിച്ചില്ലെങ്കിൽ കഴിയുമ്പോൾ തുളഞ്ഞു കയറും. അത്രയ്ക്ക് ഷാർപ്പ് ആയിട്ടുള്ള സാധനമാണ് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് നോക്കാം നമുക്ക്. ഇതൊരു പ്രത്യേക സാധനമാണ്. ഇത് കളയാം. ഇത് 5-in-1 മാജിക് ബ്രഷ് എന്നാണ് പറയുന്നത്. ഇത് ബ്രഷ് പോലത്തെ സാധനമാണ്. മാജിക് ബ്രഷ് എന്നാണ് അവർ പറയുന്നത്. 5-in-1 മാജിക് ബ്രഷ്. 5-in-1 മാജിക് ബ്രഷ്. ഇതിലുള്ള സാധനങ്ങൾ പോളിഷിന് ഉപയോഗിക്കുന്നതാണ്, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. USB ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. 5 വോൾട്ട് 1 ആമ്പർ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ടൈല്, സിങ്ക്, വാഷ് ബേസിൻ, ബാത്ത് ഷവേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പോളിഷർ, സ്പോഞ്ച്, USB ബ്രഷ്. നോക്കാം, എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഡിഫക്റ്റ് അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു മോട്ടർ അടങ്ങിയൊരു ബ്രഷാണ്. പിന്നെ എന്നിട്ട് ഇതിൽ വരുന്ന സ്പോഞ്ച്. ഒന്നുകൂടി നോക്കാൻ നമുക്ക് എന്നിട്ട് മെയിനായിട്ടുള്ള സാധനം ഇതാണ്. ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സ്വിച്ച് ഉണ്ട് ഇവിടെ. ചാർജ് ചെയ്യാം. കേബിള് തന്നിട്ടുണ്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള. 5 വോൾട്ടിലുള്ള ചാർജർ ഉപയോഗിച്ചിട്ട് വേണം ചാർജ് ചെയ്യാൻ. ഇതിൽ കുത്തിയ ചാർജ് ആവും. പിന്നെ ഇത് എയർഫോളൊന്നുമുണ്ട്. ഇവിടെ മോട്ടർ തിരിയുമ്പോൾ ചൂടാവാൻ ചെയ്യാൻ. പിന്നെ ഇത്
അറ്റാച്ച്മെൻ്റ് ആണ്. ഇതും അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്, നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ ഇതൊരു സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാനുള്ളത്. ഇത് സ്റ്റിക്കർ ഉണ്ട്. ഇത് പൊളിച്ചു കളഞ്ഞ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചുമരുമ വെച്ചിട്ട് ആവശ്യം കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടാൽ അതവിടെ കിടന്നു. അപ്പോൾ അത് ഡ്രെയിൻ ചെയ്യാൻ, വെള്ളമൊക്കെ ആയത് ഡ്രെയിൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടക്കം പോലെ ഉപയോഗിക്കാൻ, ഇത് അടക്കം പോലെ അടച്ചു വയ്ക്കാം. ആവശ്യം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം. ഒരു ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുറിവ് അല്ലെങ്കിൽ പോലെ. പിന്നെ ഇത് ഉപയോഗിച്ച് നോക്കാം. ഇതിങ്ങനെ കൈ കൊണ്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇത് പോളിഷ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നു. സോപ്പ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇതൊന്നിങ്ങനെ പോളിഷ് കഴിഞ്ഞാൽ ക്ലീൻ ആവും. നമ്മൾ സാധാരണ ഒരു തുണി സോപ്പൊക്കെ ആക്കിയിട്ട് അടിക്കാനത്രയ്ക്ക് ഒരു എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയമാണ്. നമുക്ക് അതാണ് കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. മോട്ടറാകുമ്പോൾ ഇങ്ങനെ ഓടിച്ചാൽ ക്ലീനൊക്കെ ആവും, കുഴപ്പമില്ല. അതിങ്ങനെ കുറേ എഫർട്ട് നമ്മൾ തുണിയൊക്കെ ആണെങ്കിൽ എപ്പോഴും പറഞ്ഞ് പെട്ടെന്ന് കഴിയും. ഇത് അത്രയ്ക്ക് പെട്ടെന്ന് കഴിയില്ല. ഈ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ മേടിക്കാൻ പറ്റും. ഇങ്ങനെ വലിച്ചാൽ പോരും. ഇതിങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇങ്ങനെ എടുത്ത് വയ്ക്കാം. വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഇവിടെ അടുത്ത അറ്റാച്ച്മെൻറ്റ് ഇത് സ്പോഞ്ച് കൂടുതൽ പോളിഷ് ഇങ്ങനെയാണെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം. സ്പോഞ്ച് ഇതൊക്കെ നല്ല സ്മൂത്ത് പോളിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇത് കൂടി പിടിപ്പിച്ചാൽ നല്ല സൂപ്പർ പോളിഷായിട്ട് എടുക്കാനുള്ളത്. നമ്മുടെ വാച്ചുകളൊക്കെ വേണമെങ്കിൽ പോളിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ പിടിച്ച് വെച്ചിട്ട് വേണ്ടി വരും. ഇതുമ്പോൾ നേരിട്ട് പിടിപ്പിക്കാൻ പറ്റില്ല. ഇതുമ്പോൾ എന്തോ ഇട്ടിട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, മുഴുവനായിട്ട് അറിയില്ല. ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് കറണ്ട് കൂടുതൽ പോകുന്നത് പേടിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു മോട്ടറാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മോട്ടറും ആ തിരിയുന്ന സംവിധാനങ്ങളും മാത്രം. ഇത് നനയാണ്ട് നോക്കണമെന്നൊക്കെ പ്രത്യേകം. അത്രയ്ക്കാണ്ട് വാട്ടർ പ്രൂഫ് അല്ല എൻ്റെ മോട്ടറൊക്കെ. ഇത് ഊരിയാലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അങ്ങനെ കാണാനൊന്നുമില്ല. ചാർജ് ഒരു ബാറ്ററി ഉണ്ടാവും ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഈ അൺബോക്സിങ് വീഡിയോകൾ. താങ്ക് യു. ഞാൻ കുറേ ദിവസമായി അൺബോക്സിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടാത്ത അങ്ങനെ നീണ്ടു പോയി. അങ്ങനെയാണ് ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് അൺബോക്സിങ് ആയി. ലൈറ്റർ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പലപ്പോഴും ഉപയോഗിക്കുന്ന ലൈറ്റർ ഭയങ്കര പാടാണ്. അതായത് ഒരുമിച്ച് പോകും. നല്ല മനസ്സിലാണ്. എന്ത് സാധനം കത്തിക്കാൻ പറ്റും. പേപ്പറൊക്കെ കത്തിക്കാൻ പറ്റും സുഖമായിട്ട്. പേപ്പർ കത്തിക്കാൻ പറ്റും.
വളരെ പെട്ടെന്ന് തന്നെ കത്തുന്നത്. സാധാരണ സാധനങ്ങൾ കത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ വെടിക്കെട്ടിനോ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലും വളരെ സുഖമാണ്. തീ മേടിച്ചൊന്നും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല.